ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് സ്നാക്കാണ്. ബ്രെഡ് സ്പ്രിംഗ് റോൾസ്. 30 മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഈ അടിപൊളി ബ്രെഡ് റോൾ വീട്ടിലുണ്ടാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ബൗളിൽ 3 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് എടുക്കുക. നന്നായി ഗ്രേറ്റ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഒപ്പം മീഡിയം വലുപ്പത്തിലുള്ള സവോളയുടെ പകുതി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ അരിഞ്ഞ മല്ലി ഇലകളും 2 അരിഞ്ഞ പച്ചമുളകും ചേർക്കുക. നന്നായി ഇളക്കുക. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഗ്രേറ്റ് ചെയ്ത ചീസ് ചേർത്ത് നന്നായി ഇളക്കുക. കുറച്ച് മിക്സ് എടുക്കുക. ഇതുപോലെ റോളുകളാക്കി മാറ്റുക. എല്ലാ മിക്സും ഇതുപോലെ റോളുകളാക്കുക. ഇനി ബ്രെഡ് പീസ് എടുക്കുക. അതിൻ്റെ എഡ്ജുകൾ മുറിച്ച് മാറ്റുക. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന കഷ്ണങ്ങൾ വെച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ചപ്പാത്തി പരത്തുന്ന കോല് കൊണ്ട് ബ്രെഡ് റോൾ ചെയ്ത് പരത്തിയെടുക്കുക. ഒരു ബൗളിൽ 1/2 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ മൈദയും എടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഒരു ഗ്ലൂ ആയിട്ടാണ് നമ്മളിവിടെ മൈദ ഉപയോഗിക്കുന്നത്. ബ്രെഡ് പീസിൻ്റെ അറ്റങ്ങളിൽ മൈദ മിക്സ് തേച്ച് പിടിപ്പിക്കുക. ഇനി നേരത്തെ ചെയ്ത് വെച്ച റോൾസ് എടുത്ത് ബ്രെഡിൽ വയ്ക്കുക. ഇതുപോലെ റോൾ ചെയ്ത് വശങ്ങൾ അടച്ചു വയ്ക്കുക. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ബ്രെഡ് റോൾ മൈദയിൽ മുക്കിയതിനു ശേഷം ബ്രെഡ് ക്രംസിൽ പരട്ടിയെടുക്കുക. എല്ലാ വശങ്ങളിലും നന്നായി പിടിപ്പിക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. ബ്രെഡ് റോൾ ഇട്ട് 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഡീപ് ഫ്രൈ ചെയ്യുക. ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്യുക. അടിഭാഗം ഗോൾഡൻ ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ബ്രെഡ് സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.